എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. പെൻഷൻ വർധനവിന് ഇനിയും സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. 2500 പെൻഷൻ അടുത്ത ബജറ്റിൽ എത്തിയേക്കും എന്നുള്ളതാണ് വിവരം. ഇപ്പോൾ വിതരണം ചെയ്യുന്ന ഡിസംബർ മാസത്തെ പെൻഷൻ കിട്ടിയിട്ടുള്ളവരും ഇനി കാത്തിരിക്കുന്ന ആളുകളും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ കേന്ദ്ര വിഹിതത്തിന്റെ വിതരണം, ഇതൊക്കെ പറയുന്നു. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഡിസംബർ 15 മുതൽ വിതരണം ആരംഭിച്ചതാണ്. ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഭൂരിഭാഗം ആളുകൾക്കും ഇതിനകം എത്തിയിട്ടുണ്ട്. കയ്യിലും വിതരണം സജീവമായിട്ടുണ്ട്. 25-ന് മുമ്പ് എല്ലാവർക്കും പെൻഷൻ കയ്യിലും വിതരണം പൂർത്തീകരിക്കും. അതേസമയം കേന്ദ്രവിഹിതം കുറവുള്ള ആളുകൾക്ക് 500, 200, 300 കുറവുള്ള ആളുകൾക്ക് അത് കഴിച്ചുള്ള 1500, 1800, 1700 എന്നിങ്ങനെയാണ് ലഭിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള തുക കൂടി ഉടനെ എത്തിച്ചേരുന്നതാണ്. ആ തുക ലഭിച്ചു കഴിഞ്ഞാൽ അതൊന്ന് കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ആ ഒരു തുകക്ക് വേണ്ടിയിട്ടുള്ള തുക കൂടി സർക്കാർ മുൻകൂറായിട്ട് അനുവദിച്ചിട്ടുണ്ട്. 1045 കോടി രൂപയാണ് പെൻഷൻ വിതരണത്തിന് വേണ്ടി അനുവദിച്ചിരുന്നത്. ഇതിൽ 26 കോടിയോളം രൂപ കേന്ദ്ര വിഹിതം ലഭിക്കുന്നതിന് മുൻകൂറായിട്ട് അനുവദിച്ച തുകയാണ്. ഇതിൽ ഇനി പറയാനുള്ളത്, പെൻഷൻ മുടങ്ങിയിട്ടുള്ള ആളുകൾ, മസ്റ്ററിംഗ് ചെയ്യാത്തതുകൊണ്ട് പെൻഷൻ മുടങ്ങിയിട്ടുള്ള ആളുകൾ പരമാവധി ഇനിയുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മസ്റ്ററിംഗ് ചെയ്യുക. എല്ലാ മാസവും 20-ാം തീയതി വരെയാണ് അക്ഷയ കേന്ദ്രങ്ങളിലൂടെ മസ്റ്ററിംഗ് ചെയ്യാൻ കഴിയുക. അപ്പൊ ഈ മാസത്തെ അവസരം നാളെ അവസാനിക്കും. അത് കഴിഞ്ഞാൽ അടുത്ത 1-ാം തീയതി മുതൽ 20-ാം തീയതി വരെ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പെൻഷൻ വർധനവാണ്. പെൻഷൻ വർധനവ് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 മാസത്തിലേക്ക് കടക്കുന്നുള്ളൂ. അടുത്ത 2 മാസം കൂടി കഴിയുമ്പോൾ പെൻഷൻ വർധനവ് ഇനിയും ഉണ്ടാകും എന്നുള്ളതാണ് വിവരം. അതായത് നമ്മുടെ ഈ ഒരു സർക്കാർ ഭരണത്തിൽ കയറിയപ്പോൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, പെൻഷനിൽ 900 രൂപയുടെ വർധനവ് വരുത്തിക്കൊണ്ട് 5 വർഷം കൊണ്ട് രണ്ടാം പിണറായി സർക്കാർ 5 വർഷം പൂർത്തിയാക്കുന്നതിന് മുമ്പ് 2500 എത്തിക്കും എന്ന്. അതിൽ ആദ്യത്തെ വർധനവ് പഞ്ചായത്ത് ഇലക്ഷന് മുമ്പാണ് ഉണ്ടായത്. ഇനി നമുക്ക് വരാൻ പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അതിന് തൊട്ടു മുമ്പുള്ള ഇടക്കാല ബജറ്റാണ് ഫെബ്രുവരിയിൽ നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആ ഒരു ബജറ്റിൽ തന്നെ പെൻഷൻ വർധനവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് വിവരം. അതിൽ 500 രൂപയാണ് കൂട്ടുക എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അതായത് നേരത്തെ വാഗ്ദാനം ചെയ്തിട്ടുള്ള ആ ഒരു തുകയിലേക്ക് പെൻഷൻ തുക എത്തിച്ച് 2 മാസമെങ്കിലും വിതരണം ചെയ്യുക എന്നുള്ളതാണ്. അതായത് മെയ് മാസത്തിലെങ്കിലും ഇലക്ഷൻ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പൊ ഇനി 5 മാസം കഴിഞ്ഞാൽ 6 മാസത്തോട് കൂടിയിട്ട് അടുത്ത തെരഞ്ഞെടുപ്പ് വരികയാണ്. അതിനു മുമ്പ് ഒരു പെൻഷൻ വർധനവും കൂടി ഉണ്ടാകും. നിലവിൽ നമുക്കറിയാം, തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ സർക്കാരിന്റെ പാർട്ടികൾക്കെല്ലാം വലിയ തിരിച്ചടിയാണ് നേരിട്ടത്. അത് മറികടക്കുക എന്നുള്ള ലക്ഷ്യം കൂടി പെൻഷൻ വർധനവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും എന്നുള്ളതാണ് വിവരം. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്ക്.